ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് നമ്മളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ 30ാമത്തെ ക്ലാസ്സാണ്. മൈ ഫ്രണ്ട്സ്, നിങ്ങൾ 29ാമത്തെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ആദ്യം ആ വീഡിയോ കാണുക. അതിന് കാരണം ആ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷാൽ അതുപോലെ തന്നെ വിൽ. ഷാൽ അതുപോലെ തന്നെ വില്ലിൻ്റെ കൂടെ വെർബ് ഫസ്റ്റ് ഫോം ഉപയോഗിക്കുമ്പോൾ എന്താണ് മീനിങ് വരുന്നത്? എന്താണ് മീനിങ്? ചെയ്യും എന്ന് വെച്ചാൽ ഭാവിയിൽ ചെയ്യും. ഭാവിയിൽ ചെയ്യും. ഞാൻ അവിടെ പോകും, അവൾ അവിടെ പോകും, അവൾ ഇവിടെ വരും, ഞാൻ ഇവിടെ വരും, ഞാൻ കളിക്കും. ഓക്കെ, ഇതുപോലുള്ള സെന്റൻസ് പറയാനാണ് നമ്മൾ എന്താ പറയുക, ഷാൽ വിൽ പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം ഉപയോഗിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്പോക്കൺ ഇംഗ്ലീഷിൽ എപ്പോഴും നമ്മൾ വില്ലാണ് ഉപയോഗിക്കുക. എന്താ ഉപയോഗിക്കുക? വില്ലാണ് ഉപയോഗിക്കുക. ഓക്കെ, ഷാൽ ഉപയോഗിക്കാറില്ല. എപ്പോഴും സ്പോക്കൺ ഇംഗ്ലീഷ് മാത്രം. സ്പോക്കൺ ഇംഗ്ലീഷിൽ എപ്പോഴും നമ്മൾ വില്ലാണ് ഉപയോഗിക്കുക. ഷാൽ വളരെ കുറച്ച് സാഹചര്യങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുക. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഈ ഒരു ഉദാഹരണങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാം. ഇനി ഇവിടെ നോക്കാം. വില്ലിൻ്റെ ഈ വിൽ എന്ന് പറയുന്ന വേർഡിൻ്റെ നെഗറ്റീവാണ് വിൽ നോട്ട്. എന്താണ്? വിൽ നോട്ട്. ഇതിൻ്റെ ഷോർട്ട് ഫോം ആണ് വോണ്ട്. വിൽ നോട്ട് അതിൻ്റെ ഷോർട്ട് ഫോം ആണ് വോണ്ട്. അതുപോലെ തന്നെ ഷാലിൻ്റെ നെഗറ്റീവാണ് ഷാൽ നോട്ട്. ഷാൽ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഇത് ഷാൻഡ്. ഇത് വോണ്ട് ആണ്, ഇത് ഷാൻഡ് ആണ്. ഓക്കെ, വോണ്ട് ഷാൻഡ്, വിൽ നോട്ട് വോണ്ട്, ഷാൽ നോട്ട് ഷാൻഡ്. ക്ലിയർ? ഇനി നമുക്ക് ഓരോന്നോരോന്നേ നോക്കാം. എക്സാമ്പിൾസ്. നമ്മുടെ ആദ്യത്തെ എക്സാമ്പിളാണ്, ഉദാഹരണമാണ് എന്ത്? ഞാൻ രാത്രി അവിടെ പോകും. ഞാൻ രാത്രി അവിടെ പോകും. അപ്പോൾ ആദ്യം ഞാൻ, അല്ലേ? ഐ വന്നു. ഷാൽ ഉപയോഗിക്കരുത്. എപ്പോഴും നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് വിൽ ഉപയോഗിക്കാം. ക്ലിയർ? ഷാൾ എവിടെ ഉപയോഗിക്കണം, അതുപോലെ തന്നെ വിൽ എവിടെ ഉപയോഗിക്കണം, ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ 60 ദിവസത്തെ അഡ്വാൻസ് ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, കംപ്ലീറ്റ്. ഇത് നമ്മുടെ ഓൺലി സ്പോക്കൺ പർപ്പസ് ആണ്. അതുകൊണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് എപ്പോഴും വില്ലാണ് ഉപയോഗിക്കുക. സോ ഐ വിൽ എന്ത് ഉപയോഗിച്ചു? ഐ വിൽ. ക്ലിയർ? ഐ വിൽ. ഇനി നമുക്ക് എന്താ വേണ്ടത്? വെർബാണ്. വെർബ് ഫസ്റ്റ് ഫോം. പോകുക. എന്താണ്? ഗോ. ഐ വിൽ ഗോ. ഞാൻ പോകും. എവിടെ? നമ്മുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയല്ലോ. സ്ട്രക്ചർ കംപ്ലീറ്റ് ആക്കിയ ശേഷമാണ് പിന്നെ എക്സ്ട്രാ വേർഡ്സ് എഴുതേണ്ടത്. ഐ വിൽ ഗോ, ഞാൻ പോകും. എവിടെ? അവിടെ എന്താ പറയാ? ദയർ. അപ്പൊ എന്തായി? ഐ വിൽ ഗോ ദയർ. ഓക്കെ, ഐ വിൽ ഗോ ദയർ. ഞാൻ അവിടെ പോകും. എപ്പോഴും? ഇന്ന് രാത്രി. അപ്പൊ ഇന്ന് രാത്രി എന്താ പറയും? ടുനൈറ്റ്. ഓക്കെ, tonight ആയി. ഇന്ന് രാത്രി ഞാൻ അവിടെ പോകും. ഐ വിൽ ഗോ ദെയർ tonight. ഇനി ഈ ഐ വില്ലിൻ്റെ ഷോർട്ട് ഫോം എഴുതാന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം. ഐ എഴുതിയിട്ട് ഒരു അപ്പോസ്ട്രോഫി ഇട്ടിട്ട് ഈ ഒരു W ഒഴിവാക്കണം, എന്നിട്ട് L എഴുതാം. അപ്പോൾ ഇതെങ്ങനെ വായിക്കാം? ഇത് വായിക്കുമ്പോൾ ഐ വിൽ എന്ന് വായിക്കരുത്, അയിൽ എന്ന് വായിക്കണം. ഓക്കെ, ഐ വിൽ എന്ന് വായിക്കാതെ അയിൽ എന്ന് വായിക്കണം. എന്താണ്? അയിൽ. ക്ലിയർ? ഓക്കെ, അപ്പോൾ പറയാം ഐ ഗോ ദെയർ ടുനൈറ്റ് എന്ന് വെച്ചാൽ ഐ വിൽ ഗോ ദെയർ ടുനൈറ്റ്. ഇതായി നമ്മൾ ഒന്നാമത്. ഇനി നമുക്ക് നോക്കാം രണ്ടാമതാണ്. നാളെ രാത്രി അവൻ ഇവിടെ വരും. നാളെ രാത്രി നാളെ രാത്രി എന്താ പറയുക? ടുമോറോ നൈറ്റ്. നാളെ രാത്രി. അപ്പോൾ ആദ്യം നമുക്ക് എഴുതാം സബ്ജക്റ്റ്, അല്ലേ? ആരാ വരുന്നത്? അവൻ എന്താ പറയുക? ഹി എഴുതി. ഹീൻ്റെ കൂടെ വില്ലാണ്. എന്താണ്? വിൽ. ഹി വിൽ. വരും, അല്ലേ? കം. ഹി വിൽ കം. അവൻ വരും. എവിടെ? ഇവിടെ. ഹിയർ. ഹി വിൽ കം ഹിയർ. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ എന്തായി? നമ്മുടെ സ്ട്രക്ചറായി, അല്ലേ? നമ്മുടെ ഫോർമുലായി. ഹി വിൽ കം ഹിയർ. ഇനിയാണ് ടൈം. ടുമോറോ നൈറ്റ്. ആഡ്വർബ് ഓഫ് ടൈം. ടുമോറോ നൈറ്റ്. അപ്പൊ എന്തായി? ഹി വിൽ കം ഹിയർ ടുമോറോ നൈറ്റ്. ഇനി മൂന്നാമതാണ്. ഞാൻ അത് വരുന്ന വഴി വെച്ച് വാങ്ങിക്കോളാം. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് പറയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജ്യേഷ്ഠ പറയാണ്, അത് വാങ്ങാൻ മറക്കല്ല. ഓക്കെ, അപ്പോൾ പറയാണ് അത് ഞാൻ വരുന്ന വഴിയിൽ വെച്ച് വാങ്ങിക്കോളാം എന്ന് പറയാം. ഞാൻ എന്താണ്? ഐ ഇവിടെ എഴുതി. അതിന് ശേഷം എന്താണ്? വിൽ. ഐ വിൽ. വെർബ് ഫസ്റ്റ് ഫോം വാങ്ങുന്ന ബൈ. അപ്പൊ എന്തായി? ഐ വിൽ ബൈ. ഞാൻ വാങ്ങും. എന്ത്? അത് ദാറ്റ്. അതെന്ത് പറയും? ദാറ്റ്. ഐ വിൽ ബൈ ദാറ്റ്. ഞാൻ അത് വാങ്ങും. എപ്പോ? ഓൺ മൈ വേ ബാക്ക്.
ഇപ്പോൾ ഓൺ മൈ വേ ബാക്ക് അത് നമ്മുടെ 29ാമത്തെ വീഡിയോയിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അത് അതുപോലെ എഴുതാം, അത് അതേപടി ഇവിടെ എത്തിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ അത് വരുന്ന വഴിയിൽ വെച്ച് വാങ്ങിക്കോളാം അല്ലെങ്കിൽ വാങ്ങും. ഓൺ മൈ വേ ബാക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രേസ്. ഈ ഫ്രേസൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തായി, ഇത് അതേപോലെ അങ്ങ് പേസ്റ്റ് ചെയ്താൽ മതി അല്ലേ. ഇത് അതേപോലെ ഒട്ടിച്ചു കൊടുത്ത പോലെ എന്തായി, വലിയൊരു സെൻറ്റൻസ് ആയി. ഐ വിൽ ബൈ ദാറ്റ് ഓൺ മൈ വേ ബാക്ക്. ഇത് പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്താവും, ഇത് പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോൾ തെറ്റിപ്പോവും. ഓക്കെ, ഇതുവരെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഐ വിൽ ബൈ ദാറ്റ്, ഞാനത് വാങ്ങും, ഐ വിൽ ബൈ ദാറ്റ്. ഇനി ബാക്കിയുള്ള എന്താണ്, വരുന്ന വഴി വെച്ച് എന്നുള്ളത് ഒരു ഫിക്സ്ഡ് ആണ് അല്ലേ, ഫ്രേസ് അല്ലേ. അതും പഠിച്ചില്ലെങ്കിലോ, ഐ വിൽ ബൈ ദാറ്റ് ഓൺ മൈ തെറ്റിപ്പോവും. ക്ലിയർ? അപ്പോൾ അത് പഠിച്ചു വെക്കുക. ഇതൊരു 4-5 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പഠിക്കും. ഓൺ മൈ വേ ബാക്ക്, ഓൺ മൈ വേ ബാക്ക്, ഓൺ മൈ വേ ബാക്ക്. ക്ലിയർ? ഐ വിൽ ബൈ ദാറ്റ് ഓൺ മൈ വേ ബാക്ക്. ഇനി അടുത്താണ് 4ാമത്, അവൾ ഇവിടെ പെട്ടെന്ന് വരും. അവൾ ഇവിടെ പെട്ടെന്ന് വരും. അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന്, സൂൺ, അല്ലെങ്കിൽ വേറെ വേർഡല്ലോ ഇൻ നോ ടൈം. ഇന്നലെ തന്ന ക്ലാസ്സിൽ ഇൻ നോ ടൈം, ഇൻ നോ ടൈം. നോക്കാം. അവൾ എന്ന് പറയും ഷീ കഴിഞ്ഞിട്ട് വിൽ, ഷീ വിൽ. ഓക്കെ, വരുക, ഷീ വിൽ കം. എവിടെ, ഇവിടെ, ഷീ വിൽ കം ഹിയർ. ഇനി നമുക്ക് പറയാം ഇൻ നോ ടൈം. അല്ലെങ്കിൽ എന്ന് പറയാം സൂൺ പറയാം. ഓക്കെ, ഹി വിൽ കം ഹിയർ സൂൺ, അല്ലെങ്കിൽ ഹി വിൽ കം ഹിയർ ഇൻ നോ ടൈം. ഇനി 5ാമതാണ്, ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം. ഓക്കെ, ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം എന്ന് പറയാം. അത് ഞാൻ എന്തായി, ഐ. അത് കഴിഞ്ഞ് ഐ വിൽ. ഓക്കെ, ഐ വിൽ. കണ്ടോളാം, കാണുക, സീ. ഐ വിൽ സീ. ക്ലിയർ? ഐ വിൽ സീ നിന്നെ, യു. ഐ വിൽ സീ യു. ഐ വിൽ സീ. പിന്നെ എന്താ പറയുക, പിന്നെ പറയും ലേറ്റർ. ഐ വിൽ സീ യു ലേറ്റർ. ഓക്കെ, ഐ വിൽ സീ യു ലേറ്റർ, അല്ലെങ്കിൽ ഐ വിൽ മീറ്റ് യു ലേറ്റർ. സീ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കാണുക. ഓക്കെ, കാണുക. മീറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക, സംസാരിക്കുക. അപ്പോൾ ഐ വിൽ സീ യു ലേറ്റർ, അല്ലെങ്കിൽ ഐ വിൽ മീറ്റ് യു ലേറ്റർ. 5 കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ 6ാമതാണ്. നോക്കാം. വരും ദിവസങ്ങളിൽ അവൾക്ക് എല്ലാം മനസ്സിലാകും. ഞാൻ ആരാണ്, എന്താണൊക്കെ മനസ്സിലാകും. ക്ലിയർ? അപ്പോൾ വരും ദിവസങ്ങളിൽ അവൾക്ക് എല്ലാം മനസ്സിലാകും. ഈ വരും ദിവസങ്ങളിലൊക്കെ പിന്നെയാണ് എഴുതുക. ഓക്കെ, എന്താണ് പിന്നെയാണ് എഴുതുക. വരും ദിവസങ്ങളിൽ എന്താ പറയുക, ഇതിന് നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ ഒക്കെ തന്നിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് ആദ്യം കാണണം. ഇനി അവൾക്ക് ഷീ എന്നാണ്. ഷീ കഴിഞ്ഞാൽ വിൽ, ഷീ വിൽ. മനസ്സിലാകും, മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ്. ഷീ വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നമ്മുടെ ഫോർമുല അണ്ടർസ്റ്റാൻഡ്, നമ്മുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി അല്ലേ, നമ്മുടെ ഫോർമുല കംപ്ലീറ്റ് ആയി. ഷീ വിൽ അണ്ടർസ്റ്റാൻഡ് എന്ത്, എല്ലാതും, എവ്രിതിങ്. ഷീ വിൽ അണ്ടർസ്റ്റാൻഡ് എവ്രിതിങ്. എപ്പോൾ മനസ്സിലാകും? ഷീ വിൽ അണ്ടർസ്റ്റാൻഡ് എവ്രിതിങ്. അവൾക്ക് എല്ലാം മനസ്സിലാകും. എപ്പോൾ? വരും ദിവസങ്ങളിൽ എന്താ പറയാ, ഇൻ ദ കമ്മിങ് ഡേയ്സ്. ഈ ഒരു ഇൻ ദ കമ്മിങ് ഡേയ്സ് എന്താണ്, ഇത് ഫിക്സ്ഡ് ആണ്. എവ്രിതിങ് ഇൻ ദ കമ്മിങ് ഡേയ്സ്. ഇത് അതുപോലെ പഠിച്ചു വെക്കാം. ഇൻ ദ കമ്മിങ് ഡേയ്സ്, വരും ദിവസങ്ങളിൽ. ഇതതുപോലെ പഠിച്ചു വെക്കണം. ഇൻ ദ കമ്മിങ് ഡേയ്സ്. ഓക്കെ, ഈ ഒരു സെന്റൻസ് എഴുതിയ ശേഷം ലാസ്റ്റ് ഇതാണ്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇൻ ദ കമ്മിങ് ഡേയ്സ്. He will understand everything in the coming days. He will understand everything in the coming weeks, in the coming months, in the coming years. Okay? ഇനി അടുത്താണ് 7ാമതാണ്. വരും ദിവസങ്ങളിൽ ഓരോ നിമിഷവും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എന്താ പറഞ്ഞേ? വരും ദിവസങ്ങളിൽ ഓരോ നിമിഷവും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കറിയാം എന്താന്നുള്ളത്. ഓരോ നിമിഷവും അതും എന്താ അറിയാം അല്ലേ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ എന്തായി, സെൻറ്റൻസ് വലുതായില്ലേ. ഒരുമിച്ചാണ് എഴുതി കഴിഞ്ഞാൽ സെൻറ്റൻസ് വലുതായി. അതുകൊണ്ടാണ് ഫ്രേസിന് വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്ന് പറയാൻ കാരണം. ഓക്കെ, ഫ്രേസ് പഠിച്ചു വെക്കണം. ഇനി എന്താ പറയാം, ഞാൻ അല്ലേ, ഞാൻ എൻ്റെ കൂടെ ഉണ്ടാകും. ഞാൻ ഐ കഴിഞ്ഞിട്ട് എന്താണ്, വിൽ. ഐ വിൽ. ക്ലിയർ? ഐ വിൽ. ഇനി
കൂടെ ഉണ്ടാകും, ഉണ്ടാകും. ആകുന്നു, ആകുന്നു എന്ന് പറയാം. ആകുന്നു ഈസ് എം ആർ അല്ലേ? ഈസ് എം ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുന്നു. ഈസ് എം ആർ. ഞാൻ ഇവിടെ ആകുന്നു, ഐ ആം ഹിയർ. അവൾ ഇവിടെയാകുന്നു, ഷീ ഈസ് ഹിയർ. അവർ ഇവിടെയാകുന്നു, ദേ ആർ ഹിയർ. ഇനി ഞാൻ ഇവിടെ ആയിരുന്നു, ഐ വാസ്. ഈസ് എം ആറിന്റെ പാസ്റ്റ് ഫോം എന്താണ്? വാസ് വേർ അല്ലേ? വാസ് വേർ എന്താണ്? വാസ് വേർ. അവൻ ഇവിടെ ആയിരുന്നു, അവൻ ഇവിടെ ആയിരുന്നു, ഹി വാസ് ഹിയർ. ഹി വാസ് ഹിയർ. അവൻ ഇവിടെ ആണ്, അവൻ ഇവിടെ ആകുന്നു, ഹി ഈസ് ഹിയർ. അവൻ ഇവിടെ ആയിരുന്നു, ഹി വാസ് ഹിയർ. ഇനി അവൻ ഇവിടെ ആകും എന്ന് പറയാം. അവൻ ഇവിടെ ആകും എന്ന് വെച്ചാൽ അവനിവിടെ വരും, അവനിവിടെ ആകും. അവിടെയാണ് നമ്മുടെ ഈസ് എം ആറിന്റെ യഥാർത്ഥ രൂപം ബി വരിക. ഓക്കെ, അതുകൊണ്ടാണ് അത് ക്ലിയർ. ബീന് വളരെ പ്രാധാന്യമുണ്ട്. ഈസ് എം ആറിന്റെ യഥാർത്ഥ രൂപത്തിനെ കൊണ്ടുവരേണ്ടി വരും. ബി വെർബ് ഫസ്റ്റ് ഫോം, വെർബ് ഫസ്റ്റ് ഫോം. ഇവിടെ വയ്ക്കുക ഐ വിൽ ബി. ഐ വിൽ ബി, ഞാൻ ആകും എന്നായി. ഐ വിൽ ബി, ഞാൻ ആകും. ഞാൻ ആകുന്നു, ഐ ആം. ഞാൻ ആയിരുന്നു, ഐ വാസ്. ഞാൻ ആകും, ഐ വിൽ ബി. ഐ വിൽ ബി. അവൾ ആകുന്നു, ഷീ ഈസ്. ഓക്കെ, ഷീ ഈസ്. അവൾ ആയിരുന്നു, ഷീ വാസ്. അവൾ ആകും, ഷീ വിൽ ബി. വിൽ ബി, വിൽ ബി. ഷാൽ ബി, വിൽ ബി. സോ ഐ വിൽ ബി നിന്റെ കൂടെ, വിത്ത് യു. ഐ വിൽ ബി വിത്ത് യു. ഓക്കെ, ഐ വിൽ ബി വിത്ത് യു. ഐ വിൽ ബി വിത്ത് യു. ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. ഇങ്ങനെ വരും ദിവസങ്ങളിൽ ഓരോ നിമിഷവും, ഓരോ നിമിഷവും. അപ്പോൾ ഓരോ നിമിഷം പറയാം ഐ വിൽ ബി വിത്ത് യു എവറി സിംഗിൾ മൊമെന്റ്. എവറി സിംഗിൾ മൊമെന്റ്. എവറി സിംഗിൾ മൊമെന്റ്. എവറി സിംഗിൾ മൊമെന്റ് അല്ലേ? വരും ദിവസങ്ങളിൽ അല്ലേ? വരും ദിവസങ്ങളിൽ. ഇൻ ദ കമ്മിങ് ഡേയ്സ്. ഇൻ ദ കമ്മിങ് ഡേയ്സ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, സെന്റൻസ് വലുതായില്ലേ? ഇൻ ദ കമ്മിങ് ഡേയ്സ് എന്തായി? നമ്മൾ രണ്ട് ഫ്രേസ് ഒരുമിച്ച് ചേർത്ത് അല്ലേ? രണ്ട് ഫ്രേസ് ഒരുമിച്ച് ചേർത്തപ്പോൾ ഒന്നും കൂടി വലുതായി. എന്തായി? ഐ വിൽ ബി വിത്ത് യു. ഐ വിൽ ബി വിത്ത് യു എവറി സിംഗിൾ മൊമെന്റ് ഇൻ ദ കമ്മിങ് ഡേയ്സ്. ഓക്കെ, വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഓരോ നിമിഷവും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ക്ലിയർ? നിങ്ങളും ഉണ്ടാവണം. ഓക്കെ, ഇനി നമുക്ക് എട്ടാമത് നോക്കാം. ഇവിടെ ഹോംവർക്ക് ഉണ്ട് 14, 15 രണ്ടെണ്ണം ഹോംവർക്കാണ്, അതും ചെയ്യാൻ മറക്കരുത്. എട്ടാമത് നോക്കാം. എന്താണ്? അവൻ തിരിച്ചു വരുന്ന വഴിയിൽ നിങ്ങളെ കണ്ടോളാം. അവൻ തിരിച്ചു വരുന്ന വഴിയിൽ നിങ്ങളെ കണ്ടോളാം. ഓക്കെ, കണ്ടോളാം എന്നല്ല, കണ്ടോളും എന്നാണ്. സോറി. അവൻ തിരിച്ചു വരുന്ന വഴിയിൽ നിങ്ങളെ കണ്ടോളും. ക്ലിയർ? അപ്പോൾ അവൻ, ഹീനെഴുതി, ഹീന് ശേഷം എന്താ? വിൽ. അത് ഫിക്സ്ഡ് ആണ്. ഹി വിൽ എഴുതി. കണ്ടോളാം, ഇവിടെ കണ്ടുമുട്ടുക. കണ്ടുമുട്ടുക എന്ന് പറയാം മീറ്റ്. ഹി വിൽ മീറ്റ്. ഹി വിൽ മീറ്റ് യു. അവൻ നിങ്ങളെ കണ്ടോളും. ഹി വിൽ മീറ്റ് യു. അപ്പോൾ അവൻ തിരിച്ചു വരുന്ന വഴിയിൽ. അപ്പോൾ നമ്മൾ പഠിച്ചുള്ള ഫ്രേസ് എന്താണ്? ഓൺ എന്താണ്? ഓൺ ഹിസ് വേ ബാക്ക്. ഓൺ ഹിസ് വേ ബാക്ക്. ഉണ്ടോ? ഈ ഒരു ഫ്രേസ് അതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഓൺ ഹിസ് വേ ബാക്ക്. അപ്പോൾ എന്തായി? സെന്റൻസ് കംപ്ലീറ്റ് ആയി. He will meet you on his way back. He will meet you on his way back. ഇനി അടുത്ത് നോക്കാം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞാനൊരു കാർ വാങ്ങും എന്ന് പറയാ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞാനൊരു കാർ വാങ്ങും. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്താ പറയാ? ഇൻ എ ഫ്യൂ ഡേയ്സ് ടൈം. ഇൻ എ ഫ്യൂ ഡേയ്സ് ടൈം. ഇത് ആഡ്വർബ് ആണ്. ലാസ്റ്റ് ചെയ്തു. ആദ്യം ഞാൻ, ഐ. അത് കഴിഞ്ഞിട്ട് വിൽ ചേർക്കണം. ഐ വിൽ. ഓക്കെ, വാങ്ങുക. ഐ വിൽ ബൈ. ഇതാണ് ഐ വിൽ ബൈ. ഐ വിൽ ബൈ എന്ത്? ഒരു കാർ. ഐ വിൽ ബൈ എ കാർ. ഐ വിൽ ബൈ എ കാർ. എപ്പോൾ വരും? ഐ വിൽ ബൈ എ കാർ വരും എന്നാണ്. ഏതാനും ദിവസങ്ങളിലെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ. ഇൻ എ ഫ്യൂ ഡേയ്സ് ടൈം. ഇൻ എ ഫ്യൂ ഡേയ്സ് ടൈം. അപ്പം എന്തായി? സെന്റൻസ് കംപ്ലീറ്റ് ആയി. ഇൻ എ ഫ്യൂ ഡേയ്സ് ടൈം. നമ്മുടെ ഇൻ എ ഫ്യൂ ഡേയ്സ് ടൈം ഇതൊരു ഫ്രേസാണ്. ഇത് അതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എന്തായി? ഐ വിൽ ബൈ എ കാർ ഇൻ എ ഫ്യൂ ഡേയ്സ് ടൈം. ഇനി അടുത്താണ് 10ാമത്. എന്ത് വില കൊടുത്തും അല്ലെ? എന്ത് വില കൊടുത്തും ഞാൻ അവനെ രക്ഷിക്കും. എന്ത് വില കൊടുത്തും ഞാൻ അവരെ രക്ഷിക്കും. അത് പറയാം. ഞാൻ ആദ്യം ഐ, അത് കഴിഞ്ഞിട്ട് വിൽ. ഐ വിൽ. രക്ഷിക്കുക. പ്രൊട്ടക്ട് ഹിം.
ഐ വിൽ പ്രൊട്ടക്റ്റ് അല്ലേ, ഐ വിൽ പ്രൊട്ടക്റ്റ് ഹിം. പ്രൊട്ടക്റ്റ് എന്ന് പറയാം, സേവ് എന്ന് പറയാം, ഒരുപാട് വേർഡുണ്ട്. ഓക്കെ, ഇതും പറയാം. ഐ വിൽ പ്രൊട്ടക്റ്റ് ഹിം എന്ന് പറയാം അറ്റ് എനി കോസ്റ്റ്, അറ്റ് എനി കോസ്റ്റ്, അറ്റ് എനി കോസ്റ്റ്. ഓക്കെ, അറ്റ് എനി കോസ്റ്റ്. ഐ വിൽ പ്രൊട്ടക്റ്റ് ഹിം അറ്റ് എനി കോസ്റ്റ്. എന്താണ്, ഏത് വില കൊടുത്തും, ഇവിടെയാണ് എന്ത് വില കൊടുത്തും ഞാൻ അവനെ രക്ഷിക്കും. ഐ വിൽ പ്രൊട്ടക്റ്റ് ഹിം അറ്റ് എനി കോസ്റ്റ്. ഇനി അടുത്താണ് 11. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ ലക്ഷ്യം നേടും. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ ലക്ഷ്യം നേടും. ഇങ്ങനെ ഇതാ. അപ്പോൾ ആദ്യം എന്തൊക്കെ സംഭവിച്ചാലും ഒരു ഫ്രേസ് ഉണ്ടല്ലോ, എന്താണ്? കം വാട്ട് മേ. എന്താണ്? കം വാട്ട് മേ, കം വാട്ട് മേ. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയിരിക്കും. ഐ വിൽ അച്ചീവ്, നേടുക, അച്ചീവ്. ഐ വിൽ അച്ചീവ് മൈ ഗോൾ, ഐ വിൽ അച്ചീവ് മൈ ഗോൾ. അപ്പോൾ എന്തായി? എന്തൊക്കെ സംഭവിച്ചാലും കം വാട്ട് മേ, ഐ വിൽ അച്ചീവ് മൈ ഗോൾ. ഞാൻ എൻ്റെ ഗോൾ, എൻ്റെ ലക്ഷ്യം നേടിയിരിക്കും. ഇനി 12ാമതാണ്, ഞാൻ അവളെ വിളിക്കട്ടെ. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ഷേലിൻ്റെ പ്രയോഗം. നോക്കാം. ഞാൻ അവളെ വിളിക്കട്ടെ, ഞാൻ അവളെ വിളിക്കട്ടെ. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണം. ഐ അതുപോലെ തന്നെ വി, ഐ അതുപോലെ തന്നെ വി. നമ്മൾ ചോദ്യം ചോദിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പെർമിഷൻ ചോദിക്കുകയാണ്. ഓക്കെ, പെർമിഷൻ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അഭിപ്രായം പറയുമ്പോൾ, എന്തൊക്കെയാണ്? പെർമിഷൻ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അഭിപ്രായം വെക്കുമ്പോൾ, അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ ഐ അതുപോലെ തന്നെ വിൻ്റെ കൂടെ എപ്പോഴും ഷേലാണ് ഉപയോഗിക്കുക. ഒന്നുകൂടി പറയാം. നമ്മൾ പെർമിഷൻ ചോദിക്കുമ്പോൾ ഞാൻ അവളെ വിളിക്കട്ടെ, ഞാൻ അവളെ കൊണ്ടുവരട്ടെ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയാണ് അഭിപ്രായം, ഇങ്ങനെ നമ്മൾ അവിടെ നടന്നാലോ, നമ്മൾ പാർക്കിൽ ഒന്ന് കളിച്ചാലോ, നമ്മൾ അവിടെ ഒന്ന് ഓടിയാലോ, അവിടെ ഇരുന്നാലോ, ഓക്കെ, ഇത് കണ്ടാലോ, ആ ഒരു മൂവി കണ്ടാലോ. ഇതുപോലെ അഭിപ്രായങ്ങൾ പറയാനും അതുപോലെ പെർമിഷൻ ചോദിക്കാനും ഒക്കെ ഐ അതുപോലെ തന്നെ വീൻ്റെ കൂടെ ഷേലാണ് ഉപയോഗിക്കുക. അത് സ്പോക്കൺ ആണെങ്കിലും റിട്ടേൺ ആണെങ്കിലും. ഓക്കെ, വിൽ ഉപയോഗിക്കരുത്, ഷാൽ ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ അവളെ വിളിക്കട്ടെ, ഞാൻ അവളെ വിളിക്കട്ടെ. ആദ്യം എന്ത് വരണം? ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഷാൽ ആദ്യം വരണം. ഓക്കെ, ഷാൽ വിൽ. ഷാൽ ഐ, എന്താണ്? ഷാൽ ഐ കോൾ ഹെർ, ഷാൽ ഐ കോൾ ഹെർ, ഷാൽ ഐ കോൾ ഹെർ. ഓക്കെ, വിൽ ഐ കോൾ ഹെർ എന്ന് പറയരുത്. ഷാൽ ഐ കോൾ ഹെർ, ഷാൽ ഐ കോൾ ഹെർ. ഓക്കെ, ഐ ആൻഡ് വിയുടെ കൂടെ മാത്രം. ബാക്കിയുള്ളതൊക്കെ ആണെങ്കിലോ നമ്മളെപ്പോഴും വില്ലാണ് ഉപയോഗിക്കുക. ഇനി അടുത്താണ് 13ാമത്. നീ ഇവിടെ വരുമോ, ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നീ ഇവിടെ വരുമോ, ക്വസ്റ്റ്യൻ. ആദ്യം എന്താ വരിക? ഹെൽപ്പിംഗ് വെർബ്. ഇവിടെ നിന്ന് വിൽ വരും. വിൽ, ഷാൾ അല്ല, വില്ല വരിക. കാരണം യു അല്ലേ. വിൽ യു കം ഹിയർ, വിൽ യു കം ഹിയർ. നീ ഇവിടെ വരുമോ. ഇനി അടുത്താണ് 14-15. ഇത് ഹോംവർക്കാണ്. ഇത് നിങ്ങൾക്ക് എഴുതണം. എഴുതിയിട്ട് എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്ത് കമൻറ്റ് ബോക്സ് അയക്കുക. ഓക്കെ, ഇവിടെ 14ാമതാണ്. വരും ആഴ്ചകളിൽ അവൾ രാവും പകലും എന്ന് വെച്ചാൽ എന്താണ്? നിരന്തരമായി അല്ലേ, നിരന്തരമായി. അപ്പോൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും ആഴ്ചകളിൽ അതിനൊരു ഫ്രേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് രാവും പകലും അതിന് വേറൊരു ഫ്രേസ് ഉണ്ട്. ഈ 2 ഫ്രേസും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ സെൻറ്റൻസ് വലുതാവും. ക്ലിയർ? സോ വരും ആഴ്ചകളിൽ അവൾ രാവും പകലും നിരന്തരമായി പഠിക്കും. ഇനി 15ാമതാണ്. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അല്ലേ, എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ ആ വീട് വാങ്ങിയിരിക്കും. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ ആ വീട് വാങ്ങിയിരിക്കും. ഇവിടെ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അതിനൊരു ഫ്രേസ് ഉണ്ട്. ഓക്കെ, സോ മൈ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോസ് അതുപോലെ തന്നെ എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ ഇഷ്ടപ്പെടാത്ത കുറച്ച് പേരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും കേൾക്കാനുള്ള സംഭവമാണ് നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ അല്ലേ. ഒരിക്കലും ഒരു ബുക്കിൻ്റെ കവർ നോക്കിയിട്ട് ആ ബുക്കിനെ ജഡ്ജ് ചെയ്യരുത്. അതുകൊണ്ടാണ് ഒരു മഹാൻ പറഞ്ഞത്, പ്രോബ്ലം ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. എന്താണ്? പ്രോബ്ലം ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. പ്രോബ്ലം എന്താണ്? ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ സോൾവിങ് ഇറ്റ്, അതിനെ സോൾവ് ചെയ്യൽ അതെന്താണ്? ഈസ് ആൻ ആർട്ട് ഓഫ് ലൈഫ്. അതൊരു കലയാണ്, അതൊരു ജീവിതത്തിൻ്റെ കലയാണ്. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഹോംവർക്ക് ചെയ്യാൻ മറക്കരുത്. ഹോംവർക്ക് ആണ് 14-15. ക്ലിയർ? താങ്ക് യു എവരിവൺ.